പത്തനംതിട്ട പീഡന കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 20ആയി. നേരത്തെ 14 പേരെ അറസ്റ്റ് ചെയ്തിരുന്ന പോലീസ് ഇപ്പോൾ റാന്നിയിൽ നിന്നുള്ള 6 പേരുടെ അറസ്റ്റ് കൂടിയാണ് രേഖപ്പെടുത്തിയത്. ഇതോടെ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം 7 ആയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ നവവരൻ അടക്കമുള്ളവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. വിഷയത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസും എടുത്തു. അടുത്ത ദിവസം വിവാഹ നിശ്ചയം നടക്കേണ്ട ഒരു യുവാവും +2 വിദ്യാർത്ഥിയുമടക്കം 20 പേരാണ് ഇപ്പോൾ അറസ്റ്റിലായത്. ഇതിൽ കച്ചവടക്കാരായ സഹോദരങ്ങളും ഓട്ടോറിക്ഷ തൊഴിലാളിയും കഴിഞ്ഞ നവംബറിൽ വിവാഹം കഴിഞ്ഞ വ്യക്തിയും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതോടെ പത്തനംതിട്ട, ഇലവുംതിട്ട, റാന്നി പോലീസ് സ്റ്റേഷനുകളിലായി എടുത്ത കേസിലെ FIRകളുടെ എണ്ണം 7 ആയി. ഇനിയും കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ സുബിനാണ് പെൺകുട്ടിയെ ആദ്യം ലൈംഗികമായി പീഡിപ്പിച്ചത്. കുട്ടിക്ക് 13 വയസ്സുള്ളപ്പോൾ സുബിൻ അശ്ലീല ദൃശ്യങ്ങളും സന്ദേശങ്ങളും അയക്കുകയും കുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു. പിന്നീട് കുട്ടിക്ക് 16 വയസ്സായപ്പോൾ വീടിന് സമീപമുള്ള അച്ചൻകോട്ടുമലയിലെത്തിച്ച് റബ്ബർ തോട്ടത്തിൽ വെച്ച് ബലാത്സംഗത്തിനിരയാക്കുകയായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങളും സുബിൻ മൊബൈൽ ഫോണിൽ പകർത്തുകയും പ്രചരിപ്പിക്കുകയും പെൺകുട്ടിയെ സുഹൃത്തുക്കൾക്ക് കാഴ്ചവെക്കുകയും ചെയ്തു. ഇവർ സംഘം ചേർന്ന് പെൺകുട്ടിയെ കൂട്ടബലാത്സംഗത്തിന് വിധേയയാക്കിയതായി മൊഴിയിൽ പറയുന്നു. സ്വന്തമായി ഫോണില്ലാത്ത കുട്ടി അച്ഛന്റെ ഫോൺ ഉപയോഗിച്ചായിരുന്നു ഒന്നാം പ്രതി സുബിനുമായി ബന്ധപ്പെട്ടിരുന്നത്. പഠിക്കുന്ന സ്ഥാപനത്തിൽ നടത്തിയ കൗൺസിലിംഗിലാണ് പീഡന വിവരം കുട്ടി പുറത്തു പറയുന്നത്. ഇതനുസരിച്ച് കുട്ടിയുടെ മൊഴി ശേഖരിച്ചു വരികയാണ്. കസ്റ്റഡിയിലെടുത്ത പ്രതികളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ഇവർക്കെതിരെ പട്ടിക വിഭാഗങ്ങൾക്കെതിരായ അതിക്രമം തടയൽ നിയമത്തിലെ വകുപ്പുകൾ ഉൾപ്പെടെയാണ് കേസെടുത്തിരിക്കുന്നത്. സംഭവത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് അടിയന്തരമായി നൽകാൻ പത്തനംതിട്ട SP-യോട് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. സതീദേവി നിർദ്ദേശിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, പത്തനംതിട്ട.